നമസ്കാരം. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസം തന്നെയാണ് എന്ന് പറയാം. വില കുറഞ്ഞാൽ കൂടുതൽ വാങ്ങി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നിക്ഷേപകർക്കും അവസരം മുതലെടുക്കാവുന്നതാണ്. നാമമാത്രമായ കുറവാണ് സംഭവിച്ചതെങ്കിലും പണിക്കൂലി, GST എന്നിവയെല്ലാം ആനുപാതികമായി ചേർക്കുമ്പോൾ വിലയിൽ കാര്യമായ മാറ്റം വരും. യഥാർത്ഥത്തിൽ സ്വർണ്ണവില വൻതോതിൽ കുറയേണ്ടതാണ് എന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു. ഡോളർ കരുത്ത് കൂടുകയും ഇന്ത്യൻ രൂപയുടെ കരുത്ത് വൻതോതിൽ കുറയുകയും ചെയ്തതാണ് നിലവിൽ തിരിച്ചടിയായത്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് വലിയ വില നൽകേണ്ട സാഹചര്യമാണ്. രൂപ കരുത്ത് കാട്ടിയാൽ ഇനിയും സ്വർണ്ണവില കുറയാൻ വഴിയൊരുങ്ങും. അന്തർദേശീയ വിപണിയിൽ ഇന്ന് കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല. ക്രൂഡ് ഓയിൽ വിലയിലും വലിയ മാറ്റമില്ല. ബിറ്റ്കോയിൻ വില ഇടിഞ്ഞ നിരക്കിൽ തന്നെ തുടരുകയാണ്. ഡോളർ മൂല്യം വൻതോതിൽ ഉയർത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട വിപണിയിലെ ഒരു മാറ്റമായിട്ട് പറയേണ്ടത്. അതിനനുസരിച്ച് രൂപ ഇടിഞ്ഞു വീഴുകയാണ്. ഏറ്റവും വലിയ മൂല്യത്തകർച്ചയാണ് നിലവിൽ രൂപ നേരിടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ഇന്ന്, അതായത് ഡിസംബർ മാസം 24-ാം തീയതി, ക്രിസ്മസിന്റെ തലേന്ന് 56,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 80 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 7,090 എന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 5 രൂപ കുറഞ്ഞ 5,860 എന്ന നിരക്കിലേക്ക് വീണിട്ടുണ്ട്. വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല. ഗ്രാമിന് 95 രൂപയിൽ തന്നെ തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2,617 പുതിയ വില. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് 58,280 രൂപയാണ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ 1,600 രൂപയോളം ഇന്ന് കുറവാണ്. ഡോളർ സൂചിക 108.14 എന്ന നിരക്കിലാണ് ഇന്നുള്ളത്. ഡോളർ ഇത്രയും കരുത്ത് കാട്ടുന്നത് സമീപകാല കറൻസി ചരിത്രത്തിൽ ഇതാദ്യമായാണ്. ഡോളർ മൂല്യം കൂടുമ്പോൾ മറ്റ് കറൻസികൾ മൂല്യം കുറയുകയും സ്വർണ്ണവില ഇടിയുകയുമാണ് ചെയ്യുക. ഇന്ത്യൻ രൂപയുടെ മൂല്യം 85.18 എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും ഇടിവ് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും വലിയ വില നൽകേണ്ടി വരും. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ വലിയൊരു ഭാഗം ഇറക്കുമതി ചെയ്യുന്നതാണ്. വലിയ വില നൽകി ഇറക്കേണ്ടതിനാൽ തന്നെ അന്തർദേശീയ വിപണിയിലെ വിലക്കുറവിന്റെ നേട്ടം ഇന്ത്യയിലെ ഉപഭോക്താവിന് ലഭിക്കില്ല. ഡോളർ കരുത്ത് കൂട്ടുന്നത് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനും തിരിച്ചടിയായിട്ടുണ്ട്. $94,285 ബിറ്റ്കോയിൻ വില ഇടിഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ബ്രെന്റ് ക്രൂഡിന് 72.81 എന്ന നിരക്കിലാണ് ഉള്ളത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ ഉയർന്ന വില നൽകി ക്രൂഡ് ഇറക്കേണ്ടി വരും. അതും ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാണ്.